സംവിധായകൻ, എഴുത്തുകാരൻ എന്നതിനേക്കപ്പുറത്ത് ഒരു ഗായകൻ എന്നുള്ള അർത്ഥത്തിൽ ഭയങ്കര എക്സിസ്റ്റൻസ് ഉണ്ട് മലയാളികൾക്കിടയിൽ. ഒരുപക്ഷെ വിനീത് ഞാനും കൂടെ സംസാരിക്കാൻ ഇടയായത് തന്നെ പാട്ടാണ്, വിദ്യാസാഗറാണ് കാര്യം പറയുന്നത്. അപ്പോൾ വിദ്യാസാഗർ സാറിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു 2003 ആദ്യത്തെ പാട്ട് പാടുന്നത്. കസവിൻ്റെ തട്ടമിട്ട്, വെള്ളിയരഞ്ഞാനമിട്ട്, പൊന്നിൻ്റെ കൊലുസ് വിട്ടൊരു മൊഞ്ചത്തി, കൂന്താലിപ്പുഴയൊരു വമ്പത്തി. കൂന്താലിപ്പുഴ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BR പ്രസാദിൻ്റെ ഒരു സങ്കല്പ പുഴയാണ്, ആക്ച്വലി ഇല്ലാത്ത പുഴയാണ്. അപ്പോൾ അന്ന് ആ പാട്ട് പാടുന്ന ഗായകനെ മലയാളി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി പാട്ടുകൾ, നമ്മുടെ ക്രിഞ്ച് കൂട്ടത്തിനൊക്കെ പാടാൻ പറ്റുന്ന ഒത്തിരി പാട്ടുകൾ, പിന്നെ ഷാൻ റഹ്മാൻ്റെ കൂട്ടത്തിൽ കുറേ തമാശ പാട്ടുകൾ. പക്ഷേ വിദ്യാസാഗറിൽ തുടങ്ങിയതുകൊണ്ട് ഞാൻ പറയാം, ഓമനപ്പുഴ കടപ്പുറത്തിന് ഓമനെ, ആ പാട്ട് പാടിയ വ്യത്യസ്തമായ ശബ്ദം നമ്മൾ ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞിട്ടാണ് അനാർക്കലിയിലെ പാട്ട് വരുന്നത്, ആ ഒരുത്തി അവളൊരുത്തി. എനിക്ക് ആ ഒരുത്തി അവളൊരുത്തിയുടെ സ്റ്റൈലിലെ ആ കയ്യടിയും സാധനങ്ങളൊക്കെ വരുന്നൊരു പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം വിനീത് ആ ഒരുത്തി അവളൊരുത്തി ഒരു 2 വരി പാടിക്കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചു. ആ ഒരുത്തി അവളൊരുത്തി, പാൽമണക്കും കതിരൊരുത്തി, ആ ഒരുത്തി അവളൊരുത്തി, പാൽമണക്കും കതിരൊരുത്തി, ഒരുത്തി അന്നെന്നെ പിരിഞ്ഞ നേരത്ത് പൊഴിഞ്ഞതൊക്കെയും പാഴില, കരഞ്ഞു നീളിച്ച കഴനൊക്കെയും കരിമുകിലിൻ ചാകര. ഇടയ്ക്കൊരു വരി വിട്ടു. അതെ അതെ. വിദ്യാസാഗർ സാറിനെ എങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത്? ആദ്യത്തെ പാട്ടിലേക്ക് എങ്ങനെ എത്തിയെന്ന് പറയൂ. എൻ്റെ ഫസ്റ്റ് മെമ്മറി വിദ്യാസാഗർ സാറിൻ്റെ ഒരു വോയിസ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പ്രിയനങ്കിളിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചു എന്നെ. അപ്പോൾ ഞാൻ ആ സമയത്ത് നാട്ടിലാണ്, മദ്രാസിൽ തന്നെയാണ് താമസം, പക്ഷേ വെക്കേഷന് നാട്ടിൽ വന്ന സമയത്താണ് വിളി വരുന്നത്. അപ്പം ഞാനങ്ങനെ പോയി 4 Frames എന്ന് പറഞ്ഞ വള്ളൂർ കോട്ടത്തുള്ള സ്റ്റുഡിയോയിൽ, പ്രിയനങ്ങളുടെ സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്റ്റെപ്പ് കയറിയിട്ട് വരുന്ന വിദ്യാസാഗർ സാറിനെയാണ് ഞാൻ ഫസ്റ്റ് കാണുന്നത്. അപ്പോൾ അതിന് മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാസറ്റിൻ്റെ പുറകിൽ ഈ റൗണ്ടിൽ ഇത്രയ്ക്ക് തല മാത്രം വെച്ചിട്ടുള്ള ഇതിലുണ്ടല്ലോ, അതിലിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന കൈ ഇങ്ങനെ വെച്ചിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ വിദ്യാസാഗർ സാറിൻ്റെ അഴകിരാവണിൻ്റെ കാസറ്റിലൊക്കെ ഉള്ള ആ ഫോട്ടോ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ ആള് നേരെ കയറി വരികയാണ്. അപ്പോൾ നേരെ കയറി വന്നിട്ട് ആ സമയത്ത് പ്രിയനങ്ങളുമായിട്ട് കുറച്ച് നേരം സംസാരിച്ച് അതിൽ തന്നെയുള്ള വിളക്ക് കൊളുത്തി വരും അറബ് കഥകൾ, അതിൻ്റെ കമ്പോസിങ്ങിനെ പറ്റിയിട്ടൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രിയനങ്ങൾ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ചിരിച്ചു. അപ്പോൾ ശ്രീനിയുടെ മോനാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഭയങ്കര സ്നേഹത്തോടു കൂടിയിട്ട് ഒരു നോട്ടം നോക്കി. അപ്പോൾ അതിനുശേഷം വിദ്യാസാഗർ സാറ് പ്രിയനങ്ങളെ മീറ്റ് ചെയ്തിട്ട് അങ്ങ് പോയി കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ അവിടെ റൂമിൽ തന്നെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രിയനങ്ങൾ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് നമുക്ക് സ്റ്റുഡിയോയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രിയനങ്ങൾ നടക്കുമ്പോൾ ഞാനിങ്ങനെ പിന്നാലെ ഇങ്ങനെ നടന്ന് കാറിൽ കയറി വർഷവല്ലകി എന്ന് പറയുന്ന സ്റ്റുഡിയോയിലേക്ക്, ടീനഗറിലുള്ള സ്റ്റുഡിയോയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ അപ്പോൾ പ്രിയനങ്ങൾ തന്നെയാണ് പ്രിയനങ്ങളിൻ്റെ ആർട്ടിസ്റ്റിനെയൊക്കെ വിളിക്കുന്നതും ഡേറ്റ് പറയുന്നതെന്നൊക്കെ എനിക്ക് അന്നാണ് മനസ്സിലാവുന്നത്. കാരണം ഞാൻ കാറിൽ പുറകിലിരിക്കുന്ന സമയത്ത് കിളിച്ചുണ്ടൻ മാമ്പഴത്തിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റിനെയൊക്കെ പ്രിയനങ്ങൾ 2-3 പേരെ ഡയറക്റ്റ് വിളിച്ചിട്ട് ഈ സമയത്തായിരിക്കും ഫ്രീ ആക്കി വെച്ചോളൂ. ബേസിക്കലി കൺട്രോളേഴ്സ് ചെയ്യുന്ന ജോലി അടക്കം പ്രിയനങ്ങൾ ഡയറക്റ്റായിട്ട്, ജനറലി നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുക. ഒരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് വേണമെങ്കിൽ കൺട്രോളറുടെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ട് കൺട്രോളറാണല്ലോ വിളിക്കുക. ഇത് പ്രിയനങ്ങൾ, എനിക്കത് ഭയങ്കര കൗതുകമായിരുന്നു. അത് എല്ലാ കാര്യങ്ങളും പ്രിയനങ്ങൾ തന്നെയാണല്ലോ ചെയ്യുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ വർഷവല്ലകി സ്റ്റുഡിയോയിലെത്തി ഹാർമോണിയപ്പെട്ടി വായിച്ചിട്ട് ആദ്യം കസവിൻ്റെ തട്ടമിട്ട് പാട്ട് പഠിപ്പിച്ചിരുന്നു. പാട്ട് പഠിപ്പിച്ചിരുന്ന സമയത്ത് അദ്ദേഹം അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു കാസറ്റിൽ. അപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ഫുൾ പാടി തന്നിട്ട് എന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. കൊൺസോളിലിരുന്നിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. അതിനുശേഷം വോയിസ് ബൂത്തിലേക്ക് ചെന്ന് അതിൻ്റെ മുമ്പിലിരിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഈ വോയിസ് ബൂത്തും സാധനങ്ങളൊന്നും എനിക്ക് അങ്ങനെ വലിയ ശീലമില്ല. ഞാനൊരു ആഡ് മാത്രമേ പാടിയിട്ടുള്ളൂ അതിന് മുമ്പ്. അപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ അതിന് മുമ്പ് ഹെഡ്ഫോൺ വെച്ചിട്ട് മൈക്കിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഒറ്റ തവണയെ ഞാൻ പാടിയിട്ടുള്ളൂ. അപ്പോൾ അവിടെ നിന്നിട്ട് ഹെഡ്ഫോണൊക്കെ വെച്ച് പാടാൻ പറഞ്ഞു. ഞാനങ്ങ് പാടിയപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ ചിരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ സംസാരിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ല, പക്ഷെ പ്ലസൻ്റ് ആയിരുന്നു പാടിക്കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞിട്ട് എന്നെ അവിടെ വിളിപ്പിച്ചിട്ട് എൻ്റെ അടുത്ത് സാറ് പറഞ്ഞു, പോയിട്ട് 5 ദിവസം കഴിഞ്ഞിട്ട് വാ, ഈ കാസറ്റിൽ ഞാൻ ട്യൂൺ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഇതെടുത്തിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവിടുന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ നേരെ, എനിക്കെന്താ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ നേരെ പ്രിയനങ്ങളുടെ പിന്നാലെ വന്നു. പ്രിയനങ്ങൾ കാർ കയറിയപ്പോൾ ഞാനും കാർ കയറി. അപ്പോൾ പ്രിയനങ്ങൾ പടത്തിൻ്റെ കാര്യം ആലോചിച്ചിട്ട് അദ്ദേഹം സ്റ്റുഡിയോ വരെ പോയി. സ്റ്റുഡിയോയിൽ എത്തി, സ്റ്റുഡിയോയിൽ നിന്ന് ഇങ്ങനെ
നടന്ന് സ്റ്റെപ്പ് കയറി ഇങ്ങനെ പോവുക. അപ്പോൾ എനിക്ക് ഞാൻ നിൽക്കണോ പോകണോ ഒന്നും മനസ്സിലാവുന്നില്ല, ചോദിക്കാനും തോന്നുന്നില്ല. കാരണം പ്രിയനങ്ങൾ ഫുൾ തോട്ടില്ല. പ്രിയനങ്ങൾ സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലേക്ക് എത്തിയിട്ട് പിന്നെ പെട്ടെന്ന് ആലോചിച്ചിട്ട് എന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ താഴെ നിൽപ്പുണ്ട്. നീ പൊക്കോ, എല്ലാം ഓക്കെയാണ്, 5 ദിവസം കഴിഞ്ഞിട്ട് വന്ന് പാടിക്കോ. ശരി എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. ശരിക്കും വിനീതിന് വിദ്യാസാഗർ ആരാണ് എന്ന് ചോദിച്ചാൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് വിനീതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനപ്പുറത്തേക്ക് വിദ്യാസാഗർ സാർ ആരാണ്? ശരിക്കും വിദ്യാസാഗർ സാറിനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും വിനീത് ആദ്യം പറയുക? അഴകിയ രാവണൻ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ് ഞാൻ അങ്ങനെ മലരെ മൗനമാക്ക അതിന് മുമ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഭാഷയിൽ ഒരു പാട്ട് കേൾക്കുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ കണക്റ്റ് ആവുന്നത്. അപ്പോൾ അഴകിയ രാവണൻ്റെ കാസറ്റിൽ ആ സാധനം ഉണ്ടല്ലോ, ടും 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 ടും. അപ്പോൾ എപ്പോഴും അതിന് മുമ്പ് AR റഹ്മാൻ്റെ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് അന്ന് അറിയില്ല, പക്ഷെ മറ്റ് പാട്ടുകളില്ലാത്ത എന്തോ ഒരു നീറ്റ്നെസ്സും ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഒരു ഫീൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് AR റഹ്മാൻ സാറിൻ്റെ. ടെക്നിക്കലി അന്ന് അറിയില്ല. അപ്പോൾ ബാക്കി ആൾക്കാരുടെ പാട്ടുകളിലില്ലാത്ത, അപ്പോൾ പിന്നീടാണ് നമ്മൾ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ കാസറ്റിൻ്റെ മാസ്റ്ററിങ് അടക്കം ഏത് എക്യുപ്മെൻറ്റിൽ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇതൊക്കെ റഹ്മാൻ സാർ പറയാറുണ്ടായിരുന്നു അത്ര. അതിപ്പോൾ റീസെൻ്റ്ലിയാണ് ഞാൻ അറിയുന്നത് എന്തുകൊണ്ടാണ് അന്ന് ആ ക്വാളിറ്റി അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് കിട്ടിയിരുന്നത്. ഒന്ന് പ്രൊഡക്ഷൻ, പിന്നെ യൂസേജ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്, പല ജോണർ മിക്സ് ചെയ്യുന്നത്, പിന്നെ ഈ ടേപ്പിൽ ഈ സാധനം വരുമ്പോൾ അടക്കം അവരത് ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് കാസറ്റ്സ് മാനുഫാക്ചർ ചെയ്യാൻ വിടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ അദ്ദേഹം ശ്രദ്ധിച്ചുകൊണ്ടാണ് പെട്ടെന്ന്. അപ്പോൾ ഈ പാട്ടൊക്കെ ഉണ്ടല്ലോ, തൊട തൊട മലർന്ന, അതിലും ടും 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 എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ക്ലീനായിട്ട് ഒരു നമുക്ക് ഭയങ്കര പെട്ടെന്ന് നമുക്ക് ഭയങ്കര സമാധാനം തോന്നുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ പാട്ടിന്. അതുപോലെ തുടങ്ങിയപ്പോൾ തന്നെ ടും 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 ഓരോ എലമെൻറ്റും ഓരോ രാജാവ് വരുന്ന പോലെ വരുന്നത്. ആദ്യം ഒരു ഫ്ലൂട്ട് ബിറ്റ് വന്ന് പോയി, പിന്നെ ടും 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 അത് വന്നു. അടുത്തത് ആ മറ്റേ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് വരുന്ന പോലെ, അത് കഴിഞ്ഞിട്ട് ഒരു ഫ്ലൂട്ട് ബിറ്റ് ഉണ്ട്, ഓരോ ആൾ വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും, ഓരോ ലെയറും വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ദാസാറിൻ്റെ പോലത്തെ ഒരു ശബ്ദം പ്രതീക്ഷിക്കുമ്പോൾ ഒരു കുഞ്ഞ് ശബ്ദം, ചന്ദനക്കിണ്ണം, ശബ്നം അല്ലേ, ശബ്നം. ശബ്നത്തിൻ്റെ വോയിസ് വന്നതിന് ശേഷമാണ് ഇത് ദാസാറിൻ്റെ ശബ്ദം വരുന്നത്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പടം ചെയ്യുന്ന പോലെയാണ്. എല്ലാവരും ഒരു നായകൻ്റെ ബിൽഡപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് അടുത്തയാൾ ഫൈനലി നായകനെ പ്രസൻറ്റ് ചെയ്തു എന്ന് പറയുന്ന പോലെയാണ്. അങ്ങനെ രസമായിരുന്നു അത് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പം തൊട്ട് എനിക്ക് വിദ്യാസാഗർ സാറിൻ്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് ഇതൊക്കെ കേട്ട മനുഷ്യൻ്റെ മുമ്പിലാണല്ലോ നമ്മൾ പോയി നിൽക്കുന്നത്. കസവിൻ്റെ തട്ടം ഞാൻ എന്നെ വിളിച്ചിട്ടൊരു 5 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി പാടുന്നത്. അപ്പോൾ പാടുന്ന സമയത്ത് സാറ് ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം നമ്മൾ നെർവസ് ആണെങ്കിലും നമുക്ക് സാറിൻ്റെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു നെർവസ്നെസ് അദ്ദേഹം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ എന്തെങ്കിലും നന്നായിട്ട് പാടിക്കഴിഞ്ഞാൽ ഉടനെ അപ്പുറത്തുനിന്ന് സൂപ്പറാ പാടുറേ എന്നിട്ട് കൈയൊക്കെ ഇങ്ങനെ കാണിക്കും, എക്സ്പ്രസ് ചെയ്യും. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എക്സ്പ്രസ് ചെയ്യും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു മുഖം ചുളിച്ചിട്ടുള്ള ഒരു സാധനം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ തരാത്തൊരു മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ ആ പാട്ട് കസവിൻ്റെ തട്ടം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പുകയാണ്. എനിക്ക് പാടാൻ തുടങ്ങി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഏറ്റവും ലാസ്റ്റാണ് മറ്റേ അതൊരു വെള്ളി പോലെ വീണതാ. അദ്ദേഹത്തിന് അത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ആ പിച്ച് കിട്ടാഞ്ഞപ്പോൾ ഒരു വെള്ളി പോലെ വീണതാ. അപ്പോൾ അദ്ദേഹം സൂപ്പർ, അയ്യോ ഇതിനി വീണ്ടും വൺ മോർ പോലെ, ഇതിനി ഇപ്പോൾ വീണ്ടും എങ്ങനെയാണ്, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അപ്പോൾ മനസ്സിലായി ആ ഒരു ഫേക്ക് വോയിസ് ആണ് അദ്ദേഹം. ഈ വെസ്റ്റേൺ പാടുന്നവർക്ക് ഇത് കിട്ടും. എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കിതിൻ്റെ ടെക്നിക്കാലിറ്റി ഒന്നും അറിയില്ല അന്ന്. അപ്പോൾ പക്ഷേ എന്തോ അത് കിട്ടി, പിന്നീട് പാടുമ്പോഴും കിട്ടി. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് റെക്കോർഡിങ്ങിൻ്റെ ഓർമ്മ. സാറിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ, വളരെ അല്ലാത്ത പാട്ടുകൾ ഏതൊക്കെയാണ്? പെട്ടെന്ന് ഓർത്തിട്ട് 2-3 പറയാമോ? എനിക്ക് വെണ്ണില ചന്ദനക്കിണ്ണം, പിന്നെയും പിന്നെ വിണ്ണിലെ പൊയ്കയിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് വിണ്ണിലെ പൊയ്കയിൽ വന്നിറങ്ങിയ പൗർണമി
എന്ത് പാട്ടല്ലേ. ഞാൻ എത്ര കേട്ടാലും മതി വരാത്ത, ചിലപ്പം ഈ വിണ്ണിലെ പൊയ്കയിൽ എല്ലാവരും പറയില്ല, പക്ഷെ ഞാൻ സാറിനോട് സംസാരിക്കുമ്പോഴും പല പാട്ടുകളും ഒക്കെ പറയുമ്പോഴും എൻ്റെ 1-2 ഫേവറേറ്റ് പാട്ടുകൾ ഞാൻ സത്യത്തിൽ പറഞ്ഞിട്ടില്ല. ഈ വിണ്ണിലെ പൊയ്കയിൽ എന്ന് പറയുന്നത് എനിക്ക് എത്ര ഈ മനുഷ്യൻ ഇത് ആ മൂഡ് എത്ര ചേഞ്ച് ഓവേഴ്സ് ഉണ്ടെന്നറിയാമോ അതിനകത്ത്. പക്ഷേ എന്നിട്ടും നമ്മളതിനകത്ത് ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി ഇരിക്കുന്ന ഒരു സാധനമില്ലേ.